ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ യാത്ര ചക്കുളത്തുകാവ് ക്ഷേത്രത്തിലേക്കാണ്. കാർത്തിക നാളിലാണ് ചക്കുളത്തുകാവ് ക്ഷേത്രത്തിലെ പൊങ്കാല കൊണ്ടാടുന്നത്. വിശ്വപ്രസിദ്ധമായിക്കൊണ്ടിരിക്കുന്ന ചക്കുളത്തുകാവ് പൊങ്കാലയും ഇന്ന് വളരെയധികം പ്രശസ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ നിന്നും ഇവിടെ ആൾക്കാരെത്തുന്നുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ ആൾക്കാരെത്തുന്നുണ്ട്. നമുക്കിവിടെ അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. കാരണം ഇന്ന് ഹോളണ്ടിൽ നിന്നുള്ള ഒരു പ്രായമായ പൊങ്കാലയിടുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന ചേച്ചിമാരൊക്കെ അവർക്ക് ഭാഷ അറിയില്ലെങ്കിൽ അവർ ആംഗ്യത്തിലൂടെയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടെ എല്ലാ സർവൈശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ടും സർവ്വ ദോഷങ്ങളും മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടും തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടും ഭർത്താവിന് വേണ്ടിയിട്ടും ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിക്ക് പൊങ്കാലയിടുന്ന വളരെ അതിമനോഹരമായ ഭക്തിനിർഭരമായ ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയേറെ പൊല്യൂഷൻ ഉണ്ടായിട്ടും ആ പൊല്യൂഷൻ്റെ അളവുകൾ പരിശോധിക്കാൻ വേണ്ടി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആൾക്കാർ, BBC, CNN തുടങ്ങിയ ഒരുപാട് ചാനലുകളുടെ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള പൊല്യൂഷൻ്റെ അളവ് കുറവാണ് ഇവിടെ പ്രകൃതിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ അവർ തയ്യാറാക്കുന്നുണ്ട്, അവരതെല്ലാം ചെയ്യുന്നുണ്ട്. ഒരുപാട് വിദേശ ചാനലുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ നേരത്തെ ആറ്റുകാൽ പൊങ്കാലയുടെ ഇതുപോലെ തന്നെ അവർ ഷൂട്ട് ചെയ്ത് അവർ അതിനകത്തെ പൊല്യൂഷൻ പരിശോധിച്ചപ്പോൾ അവരെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു അതിനകത്ത് റിപ്പോർട്ടെന്നാണ് അറിയാൻ സാധിച്ചത്. വിദേശ ചാനലുകളുടെ പ്രവർത്തകരാണ്. ഒരുപാട് അവരുടെ വലിയൊരു ഗ്രൂപ്പ് തന്നെ എത്തിയിരിക്കുന്ന വലിയ വാഹനത്തിൽ, വിദേശ വാഹനം തന്നെയാണ് അതിലെത്തിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ കൂടെ എത്തിയതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അവിടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഹോളണ്ടുകാരനാണ്, ഒരുപാട് പ്രായമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം പൊങ്കാലയിടുന്നു. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം കൈ ചൂണ്ടിക്കാണിച്ചു. പുള്ളിയുടെ മകൻ അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ മകനോട് സംസാരിക്കാൻ പറഞ്ഞു. ഇതാണ് ആ മനുഷ്യൻ. അദ്ദേഹം നല്ല പ്രായമുണ്ട്. അവരിങ്ങനെയുള്ള പുകയും ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിച്ചിട്ടുള്ളവരല്ലല്ലോ. അപ്പം മോനോട് ഞാൻ ചോദിച്ചോ, പറഞ്ഞു ഹോളണ്ടിൽ നിന്നാന്ന് പറഞ്ഞു. അവരുടെ ഗ്രൂപ്പുകൾ ഒത്തിരി പേരുണ്ട്. പുള്ളിക്കാരി എന്നോട് എന്തൊക്കെയോ സംസാരിച്ചു. പക്ഷേ എനിക്ക് ആ തിരക്കിനിടെ പുള്ളിക്കാരിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ പറഞ്ഞു എനിക്ക് ഇതുപോലെ ഒരു ചാനലുണ്ട്, ചാനലിന് വേണ്ടി ഞാൻ ഷൂട്ട് ചെയ്യാൻ വന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കെല്ലാവർക്കും എനിക്ക് ഈ ഭക്തിസാന്ദ്രമായ ഈ രംഗം ഒന്ന് കാട്ടിത്തരാൻ എനിക്ക് സാധിച്ചത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് നന്ദി. ടാറ്റ, ബൈ ബൈ.